വലുതും ചെറുതുമായ നിരവധി സിനിമകൾ പുറത്തിറങ്ങുന്ന സമയമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. വെക്കേഷൻ സീസൺ ആഘോഷമാക്കാൻ സുപ്രധാന സിനിമകൾ ഉൾപ്പെടെ സാധാരണയായി എത്താറുണ്ട്. ഈ വർഷവും ഞാൻ പതിവ് തെറ്റുന്നില്ല. രണ്ട് വമ്പൻ സിനിമകൾ ഈ വെക്കേഷൻ സീസണിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നുണ്ട്. മോഹൻലാൽ ചിത്രം ദൃശ്യം 3യും മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പാട്രിയറ്റ് എന്നിവയാണ് വെക്കേഷൻ കളറാക്കാൻ എത്തുന്ന സിനിമകൾ. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ദൃശ്യം 3 മലയാളത്തിലെ ഏറ്റവും ഹൈപ്പുള്ള സിനിമകളിലൊന്നാണ്. ചിത്രം ഏപ്രിൽ 3-ന് പുറത്തിറങ്ങും എന്നാണ് പുതിയ റിപ്പോർട്ട്. മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങിയ ദൃശ്യം. 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്ന് നേടിയത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷയിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മോഹൻലാലിനൊപ്പം മീന, അൻസിബ ഹസൻ, ആശ ശരത്, സിദ്ദിഖ്, എസ്തർ അനി തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 2021 ഫെബ്രുവരി 19-നാണ് ദൃശ്യം രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത്. ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായിട്ടായിരുന്നു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. സിനിമയുടെ ഹിന്ദി പതിപ്പിനും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഓഗസ്റ്റിലാണ് ഹിന്ദി പതിപ്പ് പുറത്തിറങ്ങുന്നത്. മലയാളത്തിലെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ ഒരുക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമയാണ് പാട്രിയറ്റ്. 19 വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്കൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നിവരാണ് സിനിമയിലെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ചിത്രം നിർമ്മിക്കുന്നതോ ആൻഡോ ജോസഫ് ഫിലിം കമ്പനി, കിച്ചാപ്പു ഫിലിംസ് എന്നിവരുടെ ബാനറിൽ ആൻഡോ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്നാണ്. ചിത്രം ഏപ്രിൽ 23-ന് പുറത്തിറങ്ങും എന്നാണ് റിപ്പോർട്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുക്കിയ പാട്രിയറ്റ് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലുകളെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്.